ഏറെ ബഹുമാനായ വിശ്വംഭരൻ സാർ, വേദിയിൽ എന്നോടൊപ്പമുള്ള ഡോക്ടർ അറുമുഖം, ഏറെ ബഹുമാനായ മോഹൻ സാർ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ രക്തമിത്രങ്ങളെ എല്ലാവർക്കും ജയ്. ഇവിടെ ഞാനിവിടെ ദീർഘമായ പ്രസംഗത്തിലേക്ക് വന്ന ഒരാളല്ല. വളരെ മനോഹരമായി സ്വാഗത പ്രാസംഗികൻ വിവരിച്ച് കാണിച്ചല്ലേ. ബിജു അയ്യമ്പള്ളി പറഞ്ഞതിനപ്പുറത്തൊന്നും ഇനി എനിക്ക് പറയേണ്ടതില്ല. ശാന്തമാടവും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു വരും. 2026 ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് നിതിനെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുന്നു. കൊല ചെയ്യപ്പെട്ടതിന് ശേഷം പുറം ലോകം അറിയുന്നത് 11-ാം തീയതിയാണ്. ഒരു ദളിത് വിദ്യാർത്ഥിയാണെന്ന് തിരിച്ചറിയാൻ 12-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വന്നു. 13-ാം തീയതിയാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്കിത് ചർച്ചയാവും. ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനത്തിലാണ് സംഘടനകൾക്കകത്തത് ചർച്ചയാവുന്നത്. 15-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് നേതാക്കന്മാർ സഞ്ചരിക്കാൻ തുടങ്ങി. 16-ാം തീയതിയാണ് കൂടുതൽ സംഘടനാ നേതാക്കൾ എത്തിച്ചേരുന്നത്. അതിനുശേഷമാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ അനൈക്യത്തിൻ്റെയും അസംഘടിതാവസ്ഥയുടെയും അവസാനത്തെ ഇരയാണ് നിതിനെന്ന് തിരിച്ചറിഞ്ഞത്. 2026 ഏപ്രിൽ മാസം 10-ാം തീയതി പട്ടികജാതിക്കാരനായ ഒരു വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടിട്ടും അവൻ പട്ടികജാതിക്കാരനാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് 5 ദിവസം കാത്തിരിക്കേണ്ടി വരും. കാരണം കേരളത്തിൻ്റെ സാമൂഹ്യ ചുറ്റുപാടുകൾ അങ്ങനെയാണ്. മരണപ്പെടുമ്പോൾ മാത്രം തിരിച്ചറിയപ്പെടുന്ന യുവതയായി വിദ്യാർത്ഥികൾ മാറിയിട്ടുണ്ട് പട്ടികജാതിക്കാർ. കാരണം കലാലയങ്ങളിൽ അവരുടെ ഐഡൻറ്റിറ്റി പോലും തിരിച്ചറിയപ്പെടുന്നില്ല. പീഡിപ്പിക്കപ്പെടുമ്പോൾ മാത്രം തിരിച്ചറിയുന്ന ഉദ്യോഗസ്ഥന്മാരായിട്ടും പട്ടികജാതിക്കാർ മാറിയിട്ടുണ്ട്. അതിനു മുമ്പ് അവർ പട്ടികജാതിക്കാരാണെന്നുള്ള ഐഡൻറ്റിറ്റി അറിയാറില്ല. ഇത് കേരളത്തിൻ്റെ വളരെ സവിശേഷകരമായ പ്രത്യേകതയാണ്. പീഡിപ്പിക്കപ്പെടുമ്പോഴും കൊലയപ്പെടുമ്പോഴാണ് അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നതിനെക്കുറിച്ച് ചർച്ചയാവും. ഞാൻ എന്താണ് സൂചിപ്പിക്കാൻ കാരണം? ശ്രീ ബിജു അയ്യമ്പള്ളി വളരെ മനോഹരമായി പറഞ്ഞു. കേരളത്തിൻ്റെ സാമൂഹ്യ ചുറ്റുപാടിൽ 30,59,212 പട്ടികജാതിക്കാരും മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ട 19 ലക്ഷം ആളുകളും 5 ലക്ഷം ആദിവാസികളും ഉൾപ്പെടുന്ന 56 ലക്ഷം ആളുകളുള്ള ഒരു വലിയ ജനസമൂഹമാണ് നമ്മുടെ. പക്ഷേ ഈ ജനവിഭാഗത്തിന് തുല്യമെന്ന് പറയാൻ വളരെ കുറച്ച് സമുദായങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ജനവിഭാഗത്തിന് വേണ്ടി സംസാരിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുവാൻ ഒരു പൊതുപ്രസ്ഥാനം, ഒരു പൊതു നേതാവ് ഉയർന്നു വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. ഈ യാഥാർത്ഥ്യത്തിൻ്റെ വിലയാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിതിൻ്റെ അച്ഛൻ, അമ്മ, അവർ വാവിട്ട് നിലവിളിച്ച് പറയുന്നു, എൻ്റെ മകൻ മരിക്കില്ല. 2 പെൺകുട്ടികൾ വിവാഹം കഴിച്ചയച്ചു. വാടക വീട്ടിൽ താമസിക്കുന്നു. അവരുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു നിതിൻ. അവൻ പറയുന്നു, ഞാനൊരു ഡോക്ടറായി തിരിച്ചു വരും അമ്മേ, നമുക്ക് വീട് വാങ്ങിക്കാം, നമുക്ക് ശേഷിയുള്ള ജീവിതത്തിലേക്ക് പോകാം, അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും മരണപ്പെടത്തില്ലെന്ന് സ്വന്തം സഹോദരങ്ങളോട് പറയുന്നു. പക്ഷേ ഇവിടെ എന്താ കേൾക്കുന്നത്? നമ്മൾ പോലും അറിയാതെ പറയുമല്ലേ, നിതിൻ ആത്മഹത്യ ചെയ്തു. നിതിൻ ആത്മഹത്യ ചെയ്തതല്ല, നിതിനെ കൊന്നതാണ്. ഇത് നമുക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. നിതിൻ കൊല ചെയ്യപ്പെട്ടിട്ടും നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നോ? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കലാലയങ്ങളിൽ ഏറ്റവും വലിയ വിപ്ലവം നടത്തുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇവിടെ. പ്രക്ഷോഭങ്ങൾക്ക് പേരുകെട്ട എത്രയോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്, ഉണ്ടാവുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ ചുറ്റുപാടിൽ നമ്മളൊരു നിലപാട് സ്വീകരിച്ചു. 2026 ഏപ്രിൽ മാസം 17-ാം തീയതി വിളിച്ചു കൂട്ടിയ ഗൂഗിൾ മീറ്റിൽ നമ്മൾ പറഞ്ഞത്, എല്ലാ സംഘടനാ നേതാക്കന്മാരും പറഞ്ഞു, 116 സംഘടനാ നേതാക്കന്മാർ പങ്കെടുത്തു. അവർ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതിൽ
എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്നതിൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ തെറ്റ് തിരുത്താൻ തയ്യാറാണ്. അതുകൊണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട നേർച്ച സമരങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല ഇത്. ഒരാൾ പിറവത്തും, ഒരാൾ വൈപ്പിനിലും, ഒരാൾ കളമശ്ശേരിയിലും, ഒരാൾ തൃപ്പൂണിത്തുറയിലും പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? കേരളം നിശ്ചലമാകണം. കേരളം ചലിക്കരുത്. ഒറ്റ കട തുറക്കാതെ, ഒറ്റ വാഹനം ഓടാതെ കേരളത്തിൻ്റെ കലാലയങ്ങളിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നേരെ കൈയോങ്ങിയാൽ ചോദിക്കാനൊരു സമൂഹമുണ്ടെന്ന് പറയുന്ന പുതിയൊരു ആധുനികതയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. അതുമാത്രമാണ് ഈ ഹർത്താലിൻ്റെ ലക്ഷ്യം. ഈ ഹർത്താൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഇനിയും ഒരു കലാലയങ്ങളിലും പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇനിയും പീഡിപ്പിക്കപ്പെടരുത് എന്നുള്ള മുദ്രാവാക്യമായിരിക്കണം ഉയർന്നു വരേണ്ടത്. സംഘടനാ ബാഹുല്യങ്ങൾ കൊണ്ട് തകർന്നു പോയവരാണ് നമ്മൾ. പരസ്പരം തമ്മിലടിച്ച് തകർന്നു പോയവരാണ് നമ്മൾ. നേതൃത്വത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും പേരിൽ മത്സരിക്കുന്നവരാണ് നമ്മൾ. നിഴലിനോട് യുദ്ധം ചെയ്ത് സ്വയം തീർന്ന് പോകുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾക്ക് ഇന്നിത് അവസാനിപ്പിക്കണം. ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾക്കറിയാം, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ സഞ്ചരിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രൗഢഗംഭീരമായ മുഖമാണ് ഇവിടെ ഉള്ളത്. മൂന്തൻ സാർ അടക്കമുള്ള ആളുകൾ നിരവധി, PM K ദാസൻ സാർ അടക്കമുള്ള നിരവധി ആളുകളുണ്ട്. KPMSൻ്റെ നിരവധി നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ തീരുമാനിക്കണം, ഈ 28-ാം തീയതി അവസാനിക്കുന്ന ഒരു പ്രക്ഷോഭമല്ലിത്. 28-ാം തീയതിക്ക് ശേഷം കേരളത്തിലെ മുഴുവൻ പ്രസ്ഥാനങ്ങളെയും, മുഴുവൻ സംഘടനകളെയും, മുഴുവൻ സമുദായങ്ങളെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് 2 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പൊതുപ്രശ്നങ്ങളെ കേരളത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുന്ന ഒരു ഭരണഘടനാ ക്രമമുള്ള, ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് തന്നെ നമ്മൾ പോകും. ഇനിയും കേരളത്തിൽ നിശബ്ദമാക്കപ്പെട്ട ജനമാവരുത് മാറും. മുമ്പ് നിങ്ങൾക്കറിയാം, കേരളത്തിലെ എത്രയോ IAS ഓഫീസർമാർ, എത്രയോ ഡോക്ടർമാർ, എത്രയോ സയൻറ്റിസ്റ്റ്, എത്രയോ എഞ്ചിനീയർമാർ, എത്രയോ ഹയർ സെക്കൻഡറി അധ്യാപകർ, എത്രയോ ഹൈസ്കൂൾ അധ്യാപകർ, കേരളത്തിലെ ഉദ്യോഗസ്ഥ രംഗത്ത് എത്രയോ കഴിവുള്ള ആളുകളുണ്ട്. പക്ഷേ ഈ സമൂഹത്തിന് അഭിമാനപൂർവ്വം അവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഒരു സാമൂഹികമായ കെട്ടുറപ്പില്ല. ഞാൻ ദീർഘമായി പോകുന്നില്ല. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും ഇതിനോട് കൈകോർക്കുന്നുണ്ട്. ഇല്ലാത്തതാരാണെന്ന് നിങ്ങൾ നേരത്തെ പത്രം വായിച്ചല്ലോ, ഇല്ലേ? ഇല്ലാത്തതാരാണെന്ന് പത്രം വായിച്ചില്ലേ? വായിച്ചു. ഞാൻ പേര് പറയുന്നില്ല. അവരെല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ചില ആളുകൾ, നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഗുരുവായൂർ പദയാത്ര നടക്കുന്ന കാലഘട്ടത്തിൽ PK രാഘവനെ പോലുള്ള നേതാക്കന്മാർ ഞങ്ങളുടെ സമരത്തിനെ എതിർത്താൽ KPMS അണിചേരുമെന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ഇന്നോ ചില നേതാക്കന്മാർ ഈ ഹർത്താലിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സവർണ പട്ടം കിട്ടുമെന്നാണ് ഓർത്തിരിക്കുന്നത്. കിട്ടുമോ? സവർണ പട്ടമല്ല കിട്ടുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒറ്റുകാരൻ്റെ പരിവേഷമാണ് കിട്ടുന്നതെന്ന് ആരാണ് തിരിച്ചറിയുക? അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ, KPMSൻ്റെ ബാക്കി എല്ലാ നേതാക്കന്മാരും, എല്ലാ അണികളും ഇതിനോടൊപ്പമുണ്ട്. തിരുവനന്തപുരത്ത് PM വിനോദ് അടക്കമുള്ള, ആലങ്കോട് സുരേന്ദ്രൻ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ അടക്കമുള്ള, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. കേരളത്തെ മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ചേരമറ പ്രസ്ഥാനങ്ങൾ മുഴുവനുണ്ട്. സാംബ മഹാസഭയുണ്ട്, പാണൻ മഹാസഭയുണ്ട്, കടക്കൻ മഹാസഭയുണ്ട്, അരുന്ധതിയാർ ചെക്രിയാർ സമുദായ സമിതിയുണ്ട്, DSM ഉണ്ട്, CPI-ML അടക്കമുണ്ട്. 68ഓളം സംഘടനകൾ, പട്ടിക വിഭാഗ സംഘടനകൾ, 7ഓളം രാഷ്ട്രീയ BSP അടക്കമുള്ള, JRP അടക്കമുള്ള 7ഓളം രാഷ്ട്രീയ പാർട്ടികളുണ്ട്, വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പറയുന്നു, കേരളത്തെ സ്തംഭിപ്പിക്കണം. ഒരാൾ മാത്രം പറയുന്നു, ഞങ്ങൾക്ക് യോജിപ്പില്ല. നമുക്ക് കേരളത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു അട്രോസിറ്റീസ് ആക്ട് ദുർബലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭം. 9 പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ RSSും സംഘപരിവാറും ഓടിച്ചിട്ട് കൊന്നത്. അതിനെതിരായി കേരളത്തിൽ നടത്തിയ സമരമായിരുന്നു 2018 ഏപ്രിൽ മാസം 9-ാം തീയതി. ആ 2018 ഏപ്രിൽ മാസം 9-ാം തീയതിയും ഈ നേതാവ് പറഞ്ഞു, എന്താണ്, ഈ ഹർത്താലിൽ ഞങ്ങളില്ല. പക്ഷെ കേരളത്തിൽ എന്ത് സംഭവിച്ചു? ഒരൊറ്റ വാഹനം ഓടിയോ? ഒരൊറ്റ കട തുറന്നോ? തുറക്കത്തിലെന്ന് പറഞ്ഞവരെല്ലാം ഭയന്നുകൊണ്ട് തന്നെ. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ഹർത്താലിൽ നമ്മളെല്ലാവരും ഇറങ്ങണം. ബിജു അയ്യമ്പളി പറഞ്ഞ പോലെ ഈ യുദ്ധം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കും, ബോൾ കളിച്ചുകൊണ്ടിരിക്കും. എന്ത് ചെയ്യണം? ഈ വരുന്ന 28-ാം തീയതി രാവിലെ 6 മണിക്ക് കടകൾ തുറക്കുന്നതിന് മുമ്പാണ്. കടകൾ തുറന്നു കഴിഞ്ഞ് അടപ്പിക്കാൻ ആരും പോകണ്ട, നിങ്ങൾ അത്ര പ്രയാസപ്പെടണ്ട.
6 മണിക്ക് മുമ്പായി നമ്മൾ കേന്ദ്രീകരിക്കുന്ന പ്രദേശങ്ങളിൽ ജയ് ഭീം വിളികളോടുകൂടി നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യുന്ന മുദ്രാവാക്യത്തോടുകൂടി തെരുവിലേക്ക് ഇറങ്ങണം. മുന്നിൽ കുട്ടികളുണ്ടാവണം. ഇടത് കൈയിൽ മകനും വലത് കൈ മകളുമായി ഇറങ്ങണം. അവർ പഠിക്കുന്ന ക്ലാസിൻ്റെ വലുപ്പമോ ചെറുപ്പമല്ല, ഇറങ്ങണം. ആദ്യം വിളിക്കുന്ന മുദ്രാവാക്യവും ആദ്യം നടത്തുന്ന പ്രകടനവുമായിരിക്കണം കേരളത്തിന് കൊടുക്കുന്ന സന്ദേശം. മംഗലാപുരം മുതൽ പാറശാല വരെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഈ ശബ്ദമായിരിക്കും ഉയർന്നു നിൽക്കുന്നത്. കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഹർത്താലിനാണ് ഈ സമരം തുടക്കം കുറിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഹർത്താലിനെ വിജയിപ്പിക്കണം. നിങ്ങൾക്ക് വാഹനത്തിൻ്റെ മുൻപിൽ കിടക്കാൻ അവകാശമുണ്ട്. ഗാന്ധി കിടന്നിട്ടുണ്ട്, അംബേദ്കർ കിടന്നിട്ടുണ്ട്, മഹാത്മാ അയ്യൻകാൾ നിന്നിട്ടുണ്ട്. കിടക്കാൻ നമുക്ക് അവകാശമുണ്ട്. ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു അവകാശം കൂടി നമുക്കുണ്ട്. കാരണം പ്രതിഷേധിക്കാം. പക്ഷെ ഒരു വാഹനത്തിൻ്റെ പോലും ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കാൻ നമുക്ക് അവകാശമില്ല. ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാകാതെ കേരളത്തെ നിശ്ചലമാക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഈ സമരത്തെ മാറ്റണം. നിങ്ങളുടെ മുമ്പ് ബിജു അയ്യമ്പളിയെപ്പോലുള്ള ആളുകൾ ഇറങ്ങി നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയണം. ഈ പ്രക്ഷോഭം നമുക്ക് കേരളത്തിന് പുതിയ മാതൃക സൃഷ്ടിക്കണം. നിങ്ങളിൽ പല ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളുണ്ട്. ഈ വരുന്ന ദിവസം 27-ാം തീയതി മൈക്ക് സാങ്ഷൻ എടുത്തുകൊണ്ട് മുഴുവൻ പട്ടണങ്ങളിലും അനൗൺസ്മെൻ്റ് നടത്തും. നല്ല ഒന്നാന്തരം വീഡിയോ ക്ലിപ്സുകൾ ഇറക്കിയിട്ടുണ്ട്, നല്ല ഓഡിയോ ക്ലിപ്സുകൾ ഇറക്കിയിട്ടുണ്ട്. ആരും പ്രത്യേകിച്ച് മുദ്രാവാക്യം തയ്യാറാക്കേണ്ടതില്ല. ഈ വാഹനത്തിലേക്ക് ഈ ക്ലിപ്സ് ഇട്ടുകൊണ്ട് നിങ്ങൾ വഴിയെ സഞ്ചരിച്ചാൽ മതി. 28-ാം തീയതി ഹർത്താലിൽ സഹകരിക്കുക. നല്ല മനോഹരമായി തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു വണ്ടി വിളിക്കാൻ ഒരാൾ കാശ് കൊടുക്കണം, ഒരാൾ മൈക്ക് വിളിക്കാനുള്ള കാശ് കൊടുക്കണം. അതിനുള്ള പണം മാർഗമുള്ളവർ ചെയ്യണം. അങ്ങനെ പ്രധാനപ്പെട്ട 10-11 അസംബ്ലി മണ്ഡലമുണ്ട്. ഈ 11 അസംബ്ലി മണ്ഡലങ്ങളുടെ കേന്ദ്രങ്ങളിലും നടക്കണം. കളമശ്ശേരി നടക്കാതെ വൈപ്പിൽ മാത്രം നടന്നിട്ട് കാര്യമുണ്ടോ? തൃപ്പൂണിത്തുറ നടക്കാതെ വൈറ്റിൽ നടന്നിട്ട് കാര്യമുണ്ടോ? വൈറ്റിലും തൃപ്പൂണിത്തുറയിലും വൈപ്പിലും കളമശ്ശേരിയിലും മുഴുവൻ വ്യാവസായിക കേന്ദ്രങ്ങളിലും ഈ ഹർത്താലെത്തണം. ഒരൊറ്റ വാഹനം ഓടാത്ത നിലയിൽ കാര്യങ്ങളെത്തണം. അതുകൊണ്ട് തന്നെ ഈ ഹർത്താൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി ഒരു ഹർത്താൽ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റ് വിവിധ സാമൂഹിക പ്രശ്നങ്ങൾക്ക് നമ്മൾ ഹർത്താൽ നടത്തിയിട്ടുണ്ട്. അട്രോസിറ്റീസ് ആക്ടുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള ഹർത്താൽ നിലയിൽ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും സ്ത്രീകളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഹർത്താൽ ഒരു വൻപിച്ച വിജയമാക്കണം. ശ്രീ സണ്ണി എം കബിക്കാട് അടക്കമുള്ള ആളുകൾ, ശ്രീ KK സുരേഷ് അടക്കമുള്ള ആളുകൾ, നിരവധി നേതാക്കന്മാർ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് വലിയ ഓട്ടത്തിലാണ്. ഈ ഓട്ടം കേരളത്തിലെ അസമത്വത്തിനെതിരായിട്ടുള്ള അവസാനത്തെ പ്രക്ഷോഭമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.